ബിഗ് ബോസ് മലയാളം സീസൺ 7. ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ 2-3 ദിവസം മുമ്പ് നടന്ന കാര്യങ്ങളാണ്, രാത്രി ലൈവിൽ നടന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിനെപ്പറ്റി ആരും അധികം സംസാരിച്ച് കേട്ടിട്ടില്ല. അത് എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഹിഡൻ അജണ്ട ആയിരിക്കും പലരുടെയും. ഇതൊക്കെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകള് കൂടുതലായിട്ട് നെഗറ്റീവ് കമന്റ് ഇടുമെന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ കാശ് വാങ്ങിച്ചിട്ടുള്ള ടീമുകളെ വിളിച്ച് തെറി പറയുന്നുള്ളത് കൊണ്ടോ എന്താണെന്നറിയില്ല. ഈ വീഡിയോ വന്നിട്ടുണ്ട്, ലൈവിനകത്ത് നടക്കുമ്പോൾ പോലും ആരും അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒറ്റ ചാനലിൽ പോലും ഞാനിത് കണ്ടിട്ടില്ല. ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിരുന്നു, അന്നപ്പോഴേ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ നമുക്കിത് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയത്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി ഇരുന്ന് ആദിലയുടെ അടുത്തിരുന്ന് പറയുന്നു. ആദിലയുടെ കൂടെ കമ്പനി ഉണ്ടായിരുന്ന സമയത്താണ്. ആദിലയോട് പറയുന്നു, പാവമാടി അനീഷേട്ടൻ പാവമാണ്, ഞാൻ തമാശക്കാണ് ഇച്ചായ എന്നൊക്കെ വിളിക്കുന്നത്, അത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലോ നാദില ചോദിക്കുന്ന സമയത്ത്, ഞാൻ തമാശക്കായിട്ടാണ് ചെയ്തത്, അത് അനീഷേട്ടൻ കാര്യമായിട്ട് എടുക്കുവാണെങ്കിൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ടെങ്കിലും അനുമോൾ അത് കാര്യമാക്കുന്നില്ല. ഞാൻ തമാശക്കാണ് ചെയ്തതെന്ന് പറയുന്നു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇത് അനുമോൾക്ക് വെറും ഒരു റിയാലിറ്റി ഗെയിം ഷോ എന്നുള്ള ആ ഒരു രീതിയിലാണ് അനുമോൾ നിൽക്കുന്നത്. അല്ലാതെ അതൊരു വീടാണെന്നോ, അവിടെ അത്രയും പേരുടെ കൂടെ ഈ 100 ദിവസവും താമസിച്ചിട്ടാണ് ഒരു മനുഷ്യൻ പുറത്തേക്ക് വരുന്നതെന്നും അവർക്കുണ്ടാവുന്ന അറ്റാച്ച്മെന്റ്, ഡിറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ അവര് ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മൂല്യം, അതിനെപ്പറ്റി ഒന്നും ബോധേഡ് അല്ല. പറയുന്ന കാര്യം എന്താണ്, ഞാൻ തമാശക്കാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർ മാജിക്കിലെ മറ്റൊരു എപ്പിസോഡ് തങ്കച്ചൻ ചേട്ടന്റെ കൂടെ ഇരുന്ന് ചെയ്യുന്ന സെയിം സാധനമാണ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അനീഷ് അത് കാര്യമായിട്ട് എടുത്തു. അനീഷിനെ വല്ല എന്തെങ്കിലും കുറ്റം പറയാനായിട്ട് പറ്റുമോ? പ്രേക്ഷകരൊന്നും വിചാരിക്കുന്നൊന്നും ഇല്ലല്ലോ അല്ലേ, നെഗറ്റീവ് വരുമോ എന്നൊക്കെ ആദിലയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്നുള്ള രീതിയിലാണ് ആദിലയും പറയുന്നത്. അനീഷ് ചേട്ടനും എൻജോയ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്നും അനുമോൾ പറയുന്നുണ്ട് കേട്ടോ. ഇച്ചായാന്ന് വിളിച്ചതൊക്കെ അങ്ങ് തമാശയ്ക്ക് വിളിച്ചതാണെന്ന്. അനീഷ് ഇപ്പൊ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ, കമന്റ് സെക്ഷനിൽ പറയൂ. അനീഷ് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? അനീഷിന്റെ ഫീലിങ്സ് വെച്ച് ഇത്രയും ദിവസം ഗെയിം കളിച്ച് അനീഷിനെ ടീസ് ചെയ്തിട്ട് അനീഷ് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? കമന്റ് ഇടുക, എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള കമന്റ് ഇടുക. പ്രപ്പോസ് ചെയ്തു, അതിലിപ്പോ ഒരു രീതിയിലുള്ള കുറ്റവും അനീഷിനെ പറയാൻ പറ്റില്ല. കാരണം ഇതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അവിടെ ഇത് ഇങ്ങനെ ചെയ്തതിലൂടെ എന്ത് പറ്റി? അനുമോൾ ഇനി മേലാൽ ഇങ്ങനെ ഈ രീതിയിൽ കോണ്ടന്റ് ഉണ്ടാക്കാൻ അനീഷിന്റെ അടുത്ത് ചെല്ലില്ല. അത് ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള പോലെ നടന്നതാണ്. അല്ലാതെ അനീഷ് അവിടെ അത് നിർത്തിക്കാനായിട്ട് ഗെയിം കളിച്ചായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആ മനുഷ്യൻ അത്രയ്ക്കും പാവമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ ഇതൊന്നും വെച്ച് ഒരു അനുമോള് കളിച്ച പോലെ അനുമോളുടെ ഫീലിങ്സ് വെച്ചിട്ട് ഗെയിം കളിക്കാനൊന്നും അനീഷിന് അറിയില്ല എന്നുള്ളതാണ് സത്യം.